ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് മാത്തമാറ്റിക്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആചാര്യ അക്കാഡമിയിൽ സെറ്റ്, കേട്ടറ്റ്, HSA മാത്തമാറ്റിക്സിനായുള്ള ബാച്ചുകളും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ബാച്ചും അവൈലബിൾ ആണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്നുള്ള ചോദ്യമാണ്. ഇൻ്റഗ്രൽ 0 to 1 x into 1 - x whole raised to 1/2 dx equal to. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടൊരു ട്രിക്കി മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് സോൾവ് ചെയ്യാവുന്നതാണ്. ഇൻ്റഗ്രൽ 0 to 1 x into 1 - x ഹോൾ പവർ എന്നിൻ്റെ വാല്യൂ. അതായത് ഇവിടെ കണ്ടീഷൻ ഇൻ്റഗ്രൽ 0 to 1 തന്നെ ആയിരിക്കണം. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 1 x into 1 - x ഹോൾ പവർ n എന്ന ഫോർമാറ്റിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1/n+1 into n+2 ആണ്. ഓക്കെ, 1/n+1 into n+2. ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ. സെയിം ഫോർമാറ്റ് തന്നെയല്ലേ? ഇൻ്റഗ്രൽ 0 to 1 ആണ്. അതുപോലെ x into 1 - x എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ എത്രയാണ്? 1/2 ആണ് അല്ലേ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ എന്നിന് പകരം 1/2 കൊടുത്താൽ നമ്മുടെ ആൻസർ എന്താ വരുന്നത് നോക്കൂ. എന്നിന് പകരം 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/n 1 കൊടുക്കുന്നു, 1/2 കൊടുക്കുന്നു. അപ്പോൾ 1/2 + 1 into 1/2 + 2. ഓക്കെ, 1/2 + 1 എന്ന് പറയുന്നത് 3/2 ആണ്. 1/2 + 2 എന്ന് പറയുന്നത് 5/2 ആണ്. ദെൻ 3/2 into 5/2 എന്നുള്ളത് എന്ത് വരും? ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 15/4 എന്ന് കിട്ടും. 1/15/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/15 ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ വരും അല്ലേ? ഓക്കെ, 15/4ൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4/15 എന്നാണ് വരുന്നത്. നമുക്ക് ആൻസർ ഓപ്ഷൻ D ആണ് കിട്ടുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. പഠിച്ചു വെച്ചോളൂ. ഇൻ്റഗ്രൽ 0 to 1 x into 1 - x ഹോൾ പവർ n എന്ന് പറയുന്നത് 1/n+1 into n+2 ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലെറ്റ് T from R4 to R3 be a linear transformation which is represented by the matrix. Okay, matrix തന്നിട്ടുണ്ട്. Then which of the following is true? അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരി ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. T is 1 on to ആണോ എന്നുള്ളതിനെ കുറിച്ചാണ് ഓപ്ഷൻസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് 1 on to ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടീഷൻ നോക്കാം. ലെറ്റ് T from Rn to Rm be a linear transformation induced by the matrix M cross N matrix A. ഓക്കെ, അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് M cross N ആണെന്ന് കരുതുക. A എന്ന് പറയുന്ന മെട്രിക്സ് M cross N മെട്രിക്സ്, അതായത് നമ്പർ ഓഫ് റോസ് ആണ് M എന്ന് പറയുന്നത്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ദെൻ അത് 1 to 1 ആവണമെങ്കിൽ 1 ആവണമെങ്കിൽ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മെട്രിക്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം അത് 1 ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളത്തിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതുപോലെ ഓൺ ടു ആവാനുള്ള കണ്ടീഷൻ എന്താണ്? റാങ്ക് നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കണം റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇവിടെ നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? 4 കോളംസ് ആണുള്ളത്. നമ്പർ ഓഫ് റോസ് എന്ന് പറയുമ്പോൾ എത്ര റോസ് ആണ്? 3 റോസ് ആണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ മെട്രിക്സിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യണം അല്ലേ? ഇപ്പോൾ റാങ്കും നമ്പർ ഓഫ് റോസും കോളംസും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ റാങ്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോ ഉണ്ടല്ലോ, സെക്കൻഡ് റോനെ R2 - R1 ചെയ്താൽ മതി. ഓക്കെ, സെക്കൻഡ് റോനെ R2 - R1 ചെയ്യുന്നു. അതായത് സെക്കൻഡ് റോയിൽ നിന്ന് ഫസ്റ്റ് റോ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് സബ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് കിട്ടുന്നത് ഒരു റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം ആണ്. ഓക്കെ, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുമ്പോൾ ഇതിൽ ലീഡിങ് 1 ഉണ്ടല്ലോ. ഓക്കെ, ലീഡിങ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് റോനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റിലായിരിക്കും സെക്കൻഡ് റോയിൻ്റെ നോൺ സീറോ എലമെൻറ്റ് വരുന്നത്. ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് അല്ലെങ്കിൽ പിവറ്റ് എലമെൻറ്റ് വരുന്നത് എങ്ങനെയാണ്?
1 വരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ റോ എന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് സെക്കൻഡ് റോയിൽ അതിൻ്റെ റൈറ്റിലോട്ടാണ് വരേണ്ടത്, ലെഫ്റ്റിലോട്ടല്ല റൈറ്റിലോട്ട് വരണം. അതുപോലെ നോക്കൂ, ഈ സെക്കൻഡ് റോയും തേർഡ് റോയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ലീഡിങ് 1 ഇതാണ്, ഓക്കെ, അല്ലെങ്കിൽ ലീഡിങ് നോൺ സീറോ ഇതാണ്. അതിൻ്റെ റൈറ്റ് ആയിട്ടാണ് തേർഡ് റോയിൽ നോൺ സീറോ എൻട്രി വരുന്നത്. ഇതാണ് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. ഓക്കെ, റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം റാങ്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് നോൺ സീറോ റോസ് നോക്കിയാൽ മതി. ഇവിടെ 3 നോൺ സീറോ റോസ് ആണുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മെട്രിക്സിൻ്റെ റാങ്ക് 3 ആണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റാങ്ക് ഫൈൻഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 ആണോ ഓൺ 2 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? റാങ്കും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആയിരിക്കണം. നോക്കുക, ഇവിടെ റാങ്ക് എന്ന് പറയുന്നത് 3 ആണ്, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? രണ്ടും ഈക്വൽ ആയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് 1 അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റാങ്കും നമ്പർ ഓഫ് കോളം ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ കേണൽ മെട്രിക്സ് 0 ആവുക എന്നാണ്, അല്ലെങ്കിൽ നള്ളിറ്റി 0 ആവുക എന്നാണ് അർത്ഥം. ഓക്കെ, റാങ്ക് നള്ളിറ്റി തിയറം വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെട്രിക്സ് ലീനിയർ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് അത് 1 to 1 ആവണമെങ്കിൽ, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 to 1 ആവണമെങ്കിൽ റാങ്കും നമ്പർ ഓഫ് കോളംസും എങ്ങനെയായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇവിടെ നോട്ട് ഈക്വൽ ആണ്, അതുകൊണ്ട് ഇതെന്തല്ല? 1 അല്ല. ഇനി ഓൺ ടു ആവാനുള്ള കണ്ടീഷൻ എന്താണ്? റാങ്കും നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം അല്ലേ? ഓക്കെ, റാങ്ക് 3 ആണ്, നമ്പർ ഓഫ് റോസും 3 ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് എന്താണ്? അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓൺ ടു ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ടി ഈസ് ഓൺ ടു ബട്ട് നോട്ട് 1 to 1. ഓക്കെ, 1 അല്ല, പക്ഷെ ഓൺ ടു ആണ്. അപ്പോൾ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് യൂണിറ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് യൂണിറ്റ് സെറ്റ് തിയറിയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡൊമൈനും റേഞ്ചൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ദി ഡൊമൈൻ ഓഫ് ദി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ y ഈക്വൽ ടു √(x-5) × 3 - x ഈസ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനാണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഡൊമൈനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. y ഈക്വൽ ടു √f(x) ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ f(x) എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൊമൈൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ f(x) > 0 ആയിരിക്കണം. ഓക്കെ, എപ്പോഴും റൂട്ടിനകത്തൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ ഫൈൻഡ് ചെയ്യാനായിട്ട് എന്തിലോട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? റൂട്ടിനകത്ത് വരുന്ന ടേം > 0. റിയൽ വാല്യൂ ഫംഗ്ഷൻ ആവണമെങ്കിൽ റൂട്ടിനകത്ത് ഉള്ള ടേംസ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ആയിരിക്കണം അല്ലേ? പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം, പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് > 0 വരാം, അല്ലെങ്കിൽ 0-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഓക്കെ, ഇപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പറ്റില്ല, അതാണ് f(x) > 0 വരുന്നത്. ദെൻ അതുപോലെ y ഈക്വൽ ടു 1/√f(x) ആണെങ്കിൽ അതെങ്ങനെയാണ്? 1 എന്ന് പറഞ്ഞു വരികയാണ്, ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല. ഓക്കെ, ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല, പക്ഷെ ഇത് റൂട്ട് ആയതുകൊണ്ട് റൂട്ടിനകത്ത് എന്ത് വരാനും പറ്റില്ല? നെഗറ്റീവ് വരാനും പറ്റില്ല. ഓക്കെ, 1/f(x) ആണെങ്കിൽ f(x) ≠ 0 കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൊമൈൻ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 1/√f(x) ആയതുകൊണ്ട് റൂട്ടിനകത്ത് നെഗറ്റീവും വരാൻ പറ്റില്ല, ഡിനോമിനേറ്റർ 0 വരാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടാണ് f(x) > 0 എന്ന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് √f(x) എന്ന ഫോർമാറ്റ് ആണ്. അപ്പോൾ റൂട്ടിനകത്തുള്ള ടേം x-5 × 3 - x ആണ്, അത് > 0 ആക്കി എടുക്കണം. ഓക്കെ, വേവി കർവ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഡൊമൈൻ ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുമ്പോൾ x - a × x - b എന്ന ഫോർമാറ്റ് ആണ്. അതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 3 - x-നെ x - 3 എന്ന് എഴുതുമ്പോൾ അഡീഷണൽ ആയിട്ടൊരു മൈനസ് വരും. ഓക്കെ, അങ്ങനെ നമുക്ക് -x-5 × x - 3 > 0 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ വേവി കർവ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഫൈൻഡ് ചെയ്യാം. ക്രിട്ടിക്കൽ പോയിന്റ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് ഈ ടേമിനെ 0 ഇക്വേറ്റ് ചെയ്യാം. അതായത് x - 5നെ 0 ഇക്വേറ്റ് ചെയ്യുന്നു, x-നെ x - 3നെ = 0 ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതൊക്കെയാണ്? 5ഉം 3ഉം ആണ്. ഓക്കെ, ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ഇനി നമ്പർ ലൈനിൽ എന്ത് ചെയ്യാം? -∞ക്കും +∞ ആട്ടോ ഇവിടെ. ഓക്കെ, +∞ ആണ്. -∞ക്കും +∞ക്കും ഇടയിൽ ഈ 3ഉം 5ഉം നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, 3ഉം 5ഉം മാർക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ മൈനസ് വന്നതുകൊണ്ട് റൈറ്റിൽ നിന്ന് തുടങ്ങി മൈനസ് പ്ലസ് മൈനസ് എന്ന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ
ചെയ്യാം. ഓക്കെ, ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു, മൈനസും പ്ലസും എഴുതി കൊടുക്കാം. ഓക്കെ, ഇവിടെ മൈനസ് വന്നതുകൊണ്ടാണ്, പ്ലസ് ആണെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു മൈനസ് ഇവിടെ എടുത്തുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്ലസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ടാണ് മൈനസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് മാത്രമായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം, 3ഉം 5ഉം മാർക്ക് ചെയ്തതിന് ശേഷം റൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങണം. വേവി കർവ് മെത്തേഡിൽ നമ്മൾ ഇങ്ങനെ സൈനിങ് ചെയ്യുന്ന സമയത്ത് റൈറ്റിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അത് സ്റ്റാൻഡേർഡ് ഫോർമുല ആണെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് കൊടുക്കുന്നു. പ്ലസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു നെഗറ്റീവ് ഇവിടെ വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നെഗറ്റീവിൽ നിന്ന് തുടങ്ങണം. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് നമ്മൾ മാർക്കിംഗ് ചെയ്യുന്നു. എന്നിട്ട് പ്ലസ് ആയിട്ടുള്ള റീജിയൻ എടുക്കുന്നു 3, 5. ഓക്കെ, അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 3, 5 ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ 3, 5 എന്നുള്ളതാണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് വേണമെങ്കിൽ 3ക്കും 5നും ഇടയിലുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. അതായത് എക്സ് ഈക്വൽ ടു 4 എന്ന് എടുക്കാം. എക്സ് ഈക്വൽ ടു 4 കൊടുക്കുന്ന സമയത്ത് ഈ റൂട്ടിനകത്ത് ടേം ഉണ്ടല്ലോ, എക്സിന് 4 കൊടുക്കുന്ന സമയത്ത് റൂട്ടിനകത്ത് ടേം ഒരു പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ വേറെ റേഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനിടയിൽ നോക്കി ഒരു പോയിന്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരില്ല, ഇതുപോലെ പോസിറ്റീവ് വരില്ല, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റൂട്ടിനകത്തൊരു ഫംഗ്ഷൻ തരികയാണെങ്കിൽ അവിടെ ഡൊമൈൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ റൂട്ടിനകത്തുള്ള ടേം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കണം, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അതുപോലെ 1/f(x) എന്ന ഫോർമാറ്റിലാണെങ്കിൽ ആ f(x) അവിടെ 0 ആവാൻ പറ്റില്ല, ഡിനോമിനേറ്റർ 0 ആവാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എച്ച് ബി എ ഹിൽബർട്ട് സ്പേസ് ഇഫ് എക്സ് വൈ ബിലോങ് ടു എച്ച് ആർ സച്ച് ദാറ്റ് നോം എക്സ് ഈക്വൽ ടു 6, nom x plus y equal to 16 and nom x minus y equal to 4. Then nom y is. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. പാരലലോഗ്രാം ലോ അനുസരിച്ചിട്ട് എക്സും വൈയും 2 വെക്ടേഴ്സ് ആണെങ്കിൽ, ഹിൽബർട്ട് സ്പേസിലെ 2 വെക്ടേഴ്സ് ആണെങ്കിൽ നോക്കൂ, nom x plus y the whole square plus nom x minus y the whole square equal to 2 into nom x square plus nom y square എന്നാണ്. ഓക്കെ, ഇതിലെല്ലാ വാല്യൂസും തന്നിട്ടുണ്ട് നോം വൈ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ നോം വൈ ഒഴിച്ചിട്ടുള്ള ബാക്കി വാല്യൂസ് എല്ലാം നമുക്ക് ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോം എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാ, 16 ആണല്ലേ. അപ്പോൾ 16 സ്ക്വയർ വരും. നോം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ അതിന് വെറും 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 4 സ്ക്വയർ എന്ന് കിട്ടും. 2 ഇൻറ്റു നോക്കൂ, നോം എക്സ് എന്ന് പറയുമ്പോൾ 6 ആണല്ലേ, 6 സ്ക്വയർ എന്ന് കിട്ടും. ദെൻ നോം വൈ സ്ക്വയർ. ഓക്കെ, പിന്നെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ 2 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു നോം വൈ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16ൻ്റെ സ്ക്വയർ 256 ആണ്, 4 സ്ക്വയർ 16 ആണ്. 2 ഇൻറ്റു 6 സ്ക്വയർ എന്ത് വരും, 6 സ്ക്വയർ 36 ആണ് അല്ലേ. 36 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 72 വരും, -72. സോൾവ് ചെയ്യുമ്പോൾ 200 എന്ന് കിട്ടും. 2 ഇൻറ്റു നോം വൈ സ്ക്വയർ ആണ് 200. ദെൻ നോം വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 100 വരും. ഓക്കെ, ഇപ്പം നോം വൈ സ്ക്വയർ 100 ആണെങ്കിൽ നോം വൈ എന്ന് പറയുന്നത് എന്താണ്, √100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണിത്, ഇതൊന്ന് ഓർത്തു വയ്ക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y ഈക്വൽ ടു മോഡ് x പ്ലസ് 2, ദി എക്സ് ആക്സിസ് ആൻഡ് ദി സ്ട്രൈറ്റ് ലൈൻ x ഈക്വൽ ടു 3, x ഈക്വൽ ടു -3 ഈസ്. അതായത് y ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന കർവും എക്സ് ആക്സിസും പിന്നെ അതുപോലെ 2 സ്ട്രൈറ്റ് ലൈൻസ് തന്നിട്ടുണ്ട്, x ഈക്വൽ ടു -3ഉം +3ഉം. ഇതിനിടയ്ക്ക് വരുന്ന റീജിയൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ 2 ഇക്വേഷനാണ് ഏരിയ ഫൈൻഡ് ചെയ്യാൻ വരുന്നത്. ഏരിയ ഈക്വൽ ടു ഇൻറ്റഗ്രൽ x ഈക്വൽ ടു a to b y dx. എക്സ് പോയിന്റുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഓക്കെ, എക്സ് പോയിന്റുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ ഏതാണ്, y ഈക്വൽ ടു f(x). ഇനി y പോയിന്റുകളാണ്, ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എക്സ് പോയിന്റ് തന്നിരിക്കുന്നത്. ഇനി y ഈക്വൽ ടു എന്ന് പറയുന്ന പോയിന്റുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇൻ്റഗ്രൽ y ഈക്വൽ ടു a ടു y ഈക്വൽ ടു b x dy. y പോയിന്റുകളാണ് തരുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു y-ലാണ് അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഉണ്ട്, അതായത് നമ്മുടെ തന്നിരിക്കുന്ന കർവ് ഉണ്ടല്ലോ, അത് എക്സ് ഈക്വൽ ടു എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. ഓക്കെ, എക്സ് ഈക്വൽ ടു f(y) എന്ന ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്.
ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എക്സ് പോയിന്റുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലേ. ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി, എക്സ് പോയിന്റ് തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് കർവും തന്നിട്ടുള്ളത്, അതല്ലെങ്കിൽ അതിലോട്ട് മാറ്റണം കേട്ടോ. ഓക്കെ, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈ എന്ന് പറയുന്നൊരു മോഡുലസ് ഫംഗ്ഷൻ ആണ്. അതിന് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, വൈ ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് ടുവിനെ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് ടു വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 ആൻഡ് മൈനസ് എക്സ് പ്ലസ് ടു വെൻ എക്സ് ലെസ് ദാൻ -2. ഓക്കെ, എക്സിന് വാല്യൂ -2നേക്കാളും ഗ്രേറ്റർ ആവുന്ന സമയത്ത് എക്സ് പ്ലസ് ടുവും എക്സിന് വാല്യൂ -2നേക്കാളും ലെസ് ആവുമ്പോൾ -x+2 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. നോക്കിക്കോളൂ, ഇതാണ് -3 to 3y അല്ലേ. y എന്ന് പറയുന്നത് മോഡ് x+2 ആണ് dx. ഓക്കെ, അപ്പോൾ മോഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള നോക്കൂ, നമ്മുടെ ലിമിറ്റ് -3 to 3 ആണ്. അപ്പോൾ നമുക്കിവിടെ ക്രിട്ടിക്കൽ പോയിന്റ് -2 ആണല്ലോ. x+2 ഇത് കണ്ടോ, മോഡുലസിന് അകത്ത് എന്താ വരുന്നത്, x+2 ആണ് അല്ലേ. അത് 0ലോട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നത്. അതായത് x ഈക്വൽ ടു -2 എന്ന് കിട്ടും. ആ -2 വെച്ചിട്ടാണ് ലിമിറ്റ് എന്ത് ചെയ്യുന്നത്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ -3 മുതൽ -2 വരെ എന്താണ് ഫംഗ്ഷൻ വരുന്നത്, -x+2ഉം -2 മുതൽ 3 വരെ ഫംഗ്ഷൻ എന്താ വരുന്നത്, x+2 ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ -2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, -3 മുതൽ 3 വരെയുള്ള ലിമിറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ ഇതിനകത്തുള്ള ഇൻ്റഗ്രൽ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. അതായത് മൈനസ് ഉണ്ട് പുറത്ത്. x+2ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, എക്സിൻ്റെ x²/2, 2ൻ്റെ 2x. അതുപോലെ ഇവിടെയും x²/2ഉം 2xും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാർക്ക് ചെയ്യുന്നു. -3 മുതൽ -2 വരെ. ഇവിടെയാണെങ്കിൽ സെക്കൻഡിൽ -2 മുതൽ 3 വരെ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റ് കൊടുക്കാം. എക്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ -2² പ്ലസ് 2 ഇൻറ്റു -2 എന്ന് കിട്ടും. മൈനസ് ലോവർ ലിമിറ്റ് -3 ആണ്. എക്സിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3² പ്ലസ് 2 ഇൻറ്റു -3 എന്ന് കിട്ടും. നെക്സ്റ്റ് അതുപോലെ അടുത്ത് നോക്കൂ, ഇവിടെ അപ്പർ ലിമിറ്റ് 3 കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ മൈനസ് എന്ത് ചെയ്യാം, ഇതൊന്ന് സോൾവ് ചെയ്തപ്പോൾ നോക്കൂ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1/2 പ്ലസ് 25/2 ദാറ്റ് ഈസ് 13 എന്ന് കിട്ടും. 26 ഡിവൈഡഡ് ബൈ 2 13 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. 13 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഏരിയ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഏരിയ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് പോയിന്റുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ, എക്സ് പോയിന്റ് തന്നിട്ടുള്ളതെങ്കിൽ വൈ എന്ന ഫംഗ്ഷനാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. വൈ ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. അതുപോലെ വൈ പോയിന്റ് ആണ് തരുന്നതെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുന്ന ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.